ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അകാലനരയെ തടയാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ പ്രിപ്പറേഷനാണ്. ഈ ഒരു ഡൈയെ നമുക്ക് ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ മുടിക്ക് നല്ല കരുത്തും നീളവും കിട്ടാൻ സഹായിക്കുന്നതിനും ഈ പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. ഈ നെല്ലിക്കാപ്പൊടി നമുക്ക് മിക്ക കടകളിലും മേടിക്കാനായിട്ട് കിട്ടും. ഇത് ഞാനിവിടെ ഒരു മരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിയത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള നെല്ലിക്കാപ്പൊടി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ മോൾക്ക് ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഹെയർ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യവും ഉള്ളും അതുപോലെ തന്നെ നല്ല നീളവും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു 2 സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് നമ്മുടെ തലയിലുള്ള താരനൊക്കെ മാറ്റുന്നതിനും അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകുന്നതിനും മുടി വളർച്ചയെ സഹായിക്കുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിത് ഒരു ഹെയർ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അയൺ കണ്ടന്റ് കൂടെ നമ്മുടെ ഹെയറിന് കിട്ടുന്നതായിരിക്കും. മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനൊരു പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയെടുത്ത ഓയിലാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്, നാച്ചുറൽ ഹെയർ ഡൈ ആണിത്. നിങ്ങൾ ഒരു 2-3 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഇതുപോലെ തന്നെ വെച്ചിട്ട് അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, മോളുടെ ഹെയറിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിതുപോലെ മുടി ഇങ്ങനെ 2 സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം സ്കാൽപ്പിൽ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് മുടി ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുൻപ് തലയിൽ കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷാമ്പൂ ഉപയോഗിച്ച് നന്നായിട്ട് തലയിൽ ഓയിലൊക്കെ എടുത്തതിന് ശേഷം ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. നരച്ചമുടി ഉള്ളവരാണെങ്കിൽ ഇത് ആഴ്ചയിലൊരു 3 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ കൂടുതലും ഷാമ്പു അധികമായിട്ട് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇതുപോലെ ചുരുട്ടി
ഒത്തിരി ടൈറ്റ് ആക്കണ്ട, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാമ്പു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.